ആദ്യ OTT അപ്ഡേറ്റ് ചിത്തനി എന്ന മലയാള സിനിമേൻ്റെയാണ്. മലയാളം മാക്സ് ആണ് പടത്തിൻ്റെ OTT റൈറ്റ്സ് മേടിച്ചത്. സിനിമ എന്തായാലും ഇപ്പം നിലവിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. മറ്റൊരു OTT അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നാണ്. സായി പല്ലവി അഭിനയിച്ച ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് ഏക് ദിൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ ഹിന്ദി പകർപ്പിലും തമിഴിലും തെലുങ്കുവിലുമായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സിനിമ റെൻറ്റ് ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അതും ഇന്ത്യയുടെ വെളിയിലാണ് ആമസോൺ പ്രൈമിൽ സ്ട്രീമിങ് ചെയ്യുന്ന, ഔട്ട്സൈഡ് ഇന്ത്യ. മറ്റൊരു സിനിമയാണ് ചാന്ദ് മേര ദിൽ എന്ന് പറഞ്ഞ ബോളിവുഡ് സിനിമ. ഇതും ഒരു ഹിന്ദി സിനിമയാണ്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് സിനിമ നിലവിൽ സ്ട്രീമിങ് ചെയ്യുന്നത്. അതും ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ്, മലയാളം തമിഴൊന്നും അവൈലബിൾ അല്ല. എന്തായാലും ഈ ഒരു സിനിമേൻ്റെയും നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. മറ്റൊരു കന്നഡ സിനിമേൻ്റെയാണ്. നമ്മുടെ സൺ നെക്സ്റ്റ് ആണ് സിനിമേൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. നമ്മുടെ കമൽ ശ്രീദേവി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ സൺ നെക്സ്റ്റ് വഴി സിനിമ ഇപ്പോൾ നിലവിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. മറ്റൊരു തമിഴ് സിനിമ നമ്മുടെ യോഗി ബാബു അഭിനയിച്ച സന്നിധാനം പിയോ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. തമിഴ് പകർപ്പിലായിട്ട് ഇപ്പോൾ നിലവിൽ സിംപിളി സൗത്തിലും ഇന്ത്യയുടെ വെളിയിലും ഇന്ത്യയിലുമായിട്ട് സിനിമ നിലവിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. മറ്റൊരു നമ്മുടെ ഷിജു വിൽസൺ അഭിനയിച്ച നമ്മുടെ ഡോസ് എന്ന മലയാള സിനിമേൻ്റെയാണ്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ പല ഭാഷകളിലായിട്ട് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. തിയേറ്ററുകളിലെ സിനിമ ഒരു സൈലൻറ്റ് ബോംബായിരുന്നു. എന്തായാലും തിയേറ്ററുകളിന് ശേഷം സിനിമ ഇപ്പോൾ OTT റിലീസിന് വന്നിരിക്കുകയാണ്. മറ്റൊരു ടൊവിനോ തോമസ് സിനിമയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസം സിനിമ 24-ാം തീയതി സോണി ലിവിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ പല ഭാഷകളിൽ OTT റിലീസ് പോവുകയാണ് അങ്ങനെ ഒഫീഷ്യലായിട്ട്. മറ്റൊരു OTT അപ്ഡേറ്റ് ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ച സിനിമേൻ്റെയാണ്. മലയാളം ഭാഷയിൽ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 28-ാം തീയതി സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ മലയാളത്തിലൂടെ സ്ട്രീമിങ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു OTT അപ്ഡേറ്റ് നമ്മുടെ മാൽഡി ബഗറാം എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സമന്തയുടെ ഏറ്റവും പുതിയ സിനിമയാണ്. തെലുങ്ക് സിനിമയാണ്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ ഇപ്പോൾ നിലവിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സിനിമ സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സിനിമ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയാണ്. ഇപ്പം നിലവിൽ ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് പകർപ്പിലായിട്ട് സിനിമ നിലവിൽ സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൊറർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന സിനിമയാണ് ബാക്ക് റൂം എന്ന് പറഞ്ഞ സിനിമ. മറ്റൊരു OTT അപ്ഡേറ്റ് നമ്മുടെ DC യൂണിവേഴ്സിന് പുറത്തുവരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ആപ്പിൾ TV, ആമസോൺ പ്രൈം, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ഈ വരുന്ന 28-ാം തീയതി ജൂലൈ മാസം സിനിമ സ്ട്രീമിങ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു മലയാള സിനിമയാണ് ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ZEE5 മലയാളമാണ് സിനിമേൻ്റെ OTT അവകാശം മേടിച്ചത്. ജൂലൈ 31-ാം തീയതി സിനിമ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലെ സിനിമ OTT റിലീസിന് പോവുകയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു OTT അപ്ഡേറ്റ് ആണ് ഓപ്പറേഷൻ സഫത് സാഗർ എന്ന് പറഞ്ഞ സിനിമ. അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ വാർ. ഇതൊരു സീരീസാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷയിൽ സിനിമ സ്ട്രീമിങ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു മലയാള സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ മലയാള സിനിമ. തിയേറ്ററുകളിലെ സിനിമ ഡിസാസ്റ്ററാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച സിനിമ. എന്തായാലും സിനിമ ഈ വരുന്ന ജൂലൈ 24-ാം തീയതി സൺ നെക്സ്റ്റ് വഴി സിനിമ മലയാളത്തിൽ സ്ട്രീമിങ് ചെയ്യുകയാണ്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ്.